എനിക്ക് യാതൊരു നിരാശയുമില്ല. കൌൺസിൽ മീറ്റിംഗിന്റെ സമയത്ത് പാർട്ടി നേതൃത്വം ഓരോ കൌൺസിലറായിട്ട് ജയിച്ചു വന്നവരെയും വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും ഒരു മേയർ സ്ഥാനാർത്ഥി നിങ്ങളുടെ മനസ്സിലുണ്ടോ, അതോ പാർട്ടി നേതൃത്വം പറയുന്നത് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടി നേതൃത്വം പറയുന്നതെല്ലാം ഞാൻ അംഗീകരിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് പാർട്ടി നേതൃത്വം ഒരു മേയറുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. അതിനോടൊപ്പം ഞാൻ നിന്നു. ഞാൻ അന്ന് രാജേഷിന് ഷോൾ അണിയിച്ചു. നിങ്ങൾ കണ്ടതാണല്ലോ. ലഡ്ഡു കൊടുത്തു. ആശാനാഥിനെ ഞാൻ ലഡ്ഡു കൊടുത്തു, മധുരം പങ്കുവച്ചു. ഞാൻ സന്തോഷമായി. പനിയായതുകൊണ്ട് പ്രതികരിക്കാൻ ശബ്ദമില്ലായിരുന്നതുകൊണ്ട് പ്രതികരിക്കാതെ പോയതാണ്. മേയറിന്റെ സത്യപ്രതിജ്ഞ മുഴുവനും കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് എനിക്ക് ആന്റിബയോട്ടിക് കഴിക്കേണ്ട സമയമായി. പിന്നെ എനിക്ക് അടുത്തൊരു വീട്ടിലെ പാലുകാച്ചിന് പോകണമായിരുന്നു. എന്റെ ഭർത്താവ് റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാനുള്ള സമയം കണക്കിലെടുത്താണ് ഞാൻ 1:30 മണിക്ക് ഇറങ്ങിയാലേ 2:15 ആകുമ്പോൾ എനിക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 1:30 മണിക്ക് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഷോൾ അണിയിച്ച് പ്രസംഗമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഇറങ്ങിപ്പോയത്. അതും വിവാദമാക്കി. നിങ്ങൾ എല്ലാം വിവാദമാക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് എനിക്ക് സംതൃപ്തിയാണ്. ഞാൻ ഇവിടെ കൌൺസിലറായിട്ട് തന്നെ തുടരും. ഇവിടുത്തെ ജനങ്ങളാണ് എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അവരെ സേവനം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ദൌത്യം. അതെനിക്ക് സത്യസന്ധമായിട്ടും കൃത്യനിർവഹണം വളരെ സന്തോഷമായിട്ടും നിർവഹിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ ഓഫീസ് എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞത്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്കൊരു അതിർത്തിയും അനിഷ്ടമാണോ ആരോടുമില്ല, നിങ്ങളോടുമില്ല, എല്ലാവരോടും സ്നേഹം മാത്രം.